അമ്മേ, എന്തൊക്കെയാ വിശേഷം അടുക്കളയില്? വിശേഷം വല്ലതും ആയ ഞാൻ അറിയിക്കാം. വിശന്നിട്ട് വയറ് കത്തുന്നു, പെട്ടെന്നാവട്ടെ. ഞാൻ ഇവിടെ ചുട്ടുവെച്ച 3 ദോശ പിന്നെ നീയല്ലേ വെട്ടി വിഴുങ്ങിയത്. അത് വിശപ്പ് സഹിക്കാനിട്ടല്ലേ അമ്മേ? ഒരു ദുർബല നിമിഷത്തിൽ. അവന്റെ ഒരു ദുർബല നിമിഷം. എന്താ ചെയ്യാ? വിശന്നിട്ട് വയ്യ. എടാ, ഇങ്ങനെ ചുമ്മാ ഇരിക്കരുത്. വല്ലപ്പോഴും വല്ല വ്യായാമവും ചെയ്യണം. വ്യായാമം ഉണ്ടല്ലോ. ഉണ്ടല്ലോ, മുഖവ്യായാമമായിരിക്കും. ഫുൾ ടൈം തീറ്റയല്ലേ? ഓ, ഒരു തമാശ. വയറും ഒരു ശരീരഭാഗമല്ലേ അച്ഛാ? എടാ, തിന്നുന്ന ഭക്ഷണത്തിലെ കലോറിയൊക്കെ പുറത്തേക്ക് കളയണമെങ്കിൽ വ്യായാമം മസ്റ്റാ. ഞാനിപ്പോ എന്താ വേണ്ടത്? നീന്തലാണ് ഏറ്റവും നല്ല വ്യായാമം. അതുകൊണ്ട് നീ എന്തായാലും നീന്തൽ പഠിച്ചേ പറ്റൂ. അത് വേണോ? എനിക്ക് എന്തോ നീന്തലിന് കേട്ട അലർജിയാ. എന്ത് വന്നാലും നീന്തൽ പഠിക്കണം. അച്ഛൻ എന്താ ഇത്ര നിർബന്ധം ഞാൻ നീന്തൽ പഠിക്കണമെന്ന്? എടാ, എനിക്കൊരു ഭയങ്കര മോഹമുണ്ട്. നീ വലുതായ നിന്നെ നേവിയിൽ ചേർക്കണമെന്ന്. അതിന് നീന്തൽ മസ്റ്റാ. അത് ശരി, അതിനാണോ ഈ നീന്തൽ പഠിക്കുന്നത്? അതെ. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. എന്താ? അച്ഛൻ എന്നെ എയർഫോഴ്സിൽ ചേർക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്നോടിപ്പോ പറക്കാൻ പറഞ്ഞേനെ. അമ്മ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ചില്ലറ പർച്ചേസ് ഉണ്ട്. ആഹാ, അതിന് അമ്മയൊന്നും വാങ്ങാൻ പറഞ്ഞില്ലല്ലോ. വളരെ പേഴ്സണൽ ആയിട്ടുള്ള പർച്ചേസാ. ഈ പർച്ചേസ് നടത്തിയില്ലേ എന്റെ അമ്മേ, പണി പാളും. ആരുടെ പണി? എന്താ സംഭവം? എല്ലാം വന്നിട്ട് പറയാം. ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഓ, കൊഴപ്പില്ലെന്നേ. എന്നാലും ഇങ്ങനെ ഒരു വിലക്കയറ്റം ഉണ്ടോ? അല്ല, മോനിപ്പ എന്താ വേണ്ടത്? അല്ല, ഇവിടെ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ. ആ, ഉണ്ട്. മുട്ടയോ? ആ, ഉണ്ട്. എത്ര എണ്ണം എടുക്കണം? എനിക്ക് സാധാരണ മുട്ട വേണ്ട ചേട്ടാ. ഇവിടെയുള്ള എല്ലാ ചീഞ്ഞ മുട്ടയും ഞാൻ എടുത്തേക്കാം. അത് ശരി. ആഹാ, മോന് പിന്നെ എന്തൊക്കെ വേണം? ചീഞ്ഞ തക്കാളി ഉണ്ടേ മൊത്തം എടുത്തോളൂ. അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. മോൻ എന്താ, തലയ്ക്ക് നല്ല സുഖമില്ലേ? ചേട്ടാ, തൊട്ടടുത്ത അമ്പലത്തിലെ ഒരു ഗാനമേളയുണ്ട്. ഓ, അത് ശരി. പാട്ടുകാരനെ അറിയാനാണല്ലേ? ഏയ് അല്ലല്ല, ഏറെ കിട്ടാതിരിക്കാനാ ഞാനാണേ പാടുന്നത്. അല്ല, എന്താ ജോർജ്, തലയിലൊരു മുറിവ്? ആ, ഞാൻ ഇന്നലെ തിയേറ്റർ വരെ ഒന്ന് പോയി. ഏത് തിയേറ്ററില്? നമ്മുടെ അജന്ത ടാക്കീസില്ലേ? അത് ശരി. എന്താ തിരക്കല്ലേ? അതില് ജോർജ് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നടാ. അവിടുത്തെ തിരക്ക് കാരണം പോലീസ് ലാത്തിച്ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ പറ്റിയ മുറിവാ. അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ജോർജ് അത്യാവശ്യം വിവരമുള്ള കൂട്ടത്തിലല്ലേ? എന്നിട്ടും ആ പണ്ഡിറ്റിന്റെ പടം കാണാൻ പോയല്ലോ. നിങ്ങൾ എന്താ കരുതിയത്? തിയേറ്ററിൽ കണ്ട ആൾക്കൂട്ടം മുഴുവൻ ആ സിനിമ കാണാൻ വന്നതാണെന്നോ? അല്ല, പിന്നെ എന്തിനാ തിയേറ്ററിൽ വെളിഞ്ഞു കയറിയത്? ആ പന്ന പടം കാണാൻ ഏതോ ഒരുത്തൻ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി എന്നുള്ള വിവരം ലഭിച്ചു. അവനെ ഒന്ന് കാണാനുള്ള തിരക്കായിരുന്നു അത്. എന്നിട്ട് ആരാണെന്ന് മനസ്സിലായി? ആരാണാ വിട്ടി? അവനൊന്നും വേറെ പണിയില്ലേ? മറ്റാരുമല്ല, നിങ്ങൾക്ക് നല്ല പരിചയമുള്ളവനാ. നിങ്ങളുടെ സ്വന്തം ഓമന പുത്രൻ ടിൻഡു. എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിന്നെയാ അവന് കുറച്ചുകൂടി പേടി. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ദേ വരുന്നുണ്ട് നിങ്ങളുടെ മോൻ. ടിൻഡു, സ്കൂളെന്ന് പറഞ്ഞ് നീ ഇന്നലെ എങ്ങോട്ടാ പോയത്? തിയേറ്ററിലാണോടാ നിന്റെ ക്ലാസ്? എന്താടാ അമ്മ പറഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ലാത്തത്? ഈ അമ്മയ്ക്ക് കുട്ടികളെ എങ്ങനെയാ വളർത്തേണ്ടതെന്ന് അറിയില്ല അച്ഛാ. എന്നെ അച്ഛൻ ഉപദേശിച്ചാ മതി. അമ്മയ്ക്ക് എന്താടാ കുഴപ്പം? രാത്രിയിൽ ഉറക്കമില്ലാത്തപ്പോ അമ്മ പിടിച്ച് കിടക്കെ കിടത്തി താരാട്ട് പാടി ഉറക്കും. എന്നിട്ട് രാവിലെ നല്ല ഉറക്കമുള്ളപ്പോ വടിയെടുത്ത് നല്ല അടി നിന്നിട്ട് പറയും, മണി 6 ആയി, എഴുന്നേക്കടാന്ന്. ഇത് എവിടുത്തെ ന്യായം?